ദി കൾട്ട് ലൈൻ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ മാധ്യമങ്ങൾ ഇവിടെ നിന്നും ഇവിടെ വരെ എത്തിക്കഴിഞ്ഞു. ഇതിനിടയിൽ മാധ്യമ പ്രവർത്തനവും മാധ്യമ പ്രവർത്തകരും വലിയ രീതിയിൽ രൂപാന്തരപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഷ്കരമായ കാര്യമാണ്. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കാലത്ത്, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്ന കാലത്ത് മാധ്യമ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വലിയ ചെറുത്തുനിൽപ്പാണ്. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമാവുകയാണ് ദ കൾട്ട് ലൈനും. വലിയ സാമ്പത്തിക പിന്തുണയോടുകൂടി തുടങ്ങുന്ന വലിയ മീഡിയ ഹൗസുകളോട് മത്സരിക്കാൻ പ്രാപ്തിയുള്ള സാമ്പത്തിക പിന്തുണയുള്ള സ്ഥാപനങ്ങളാകില്ല സമാന്തര മാധ്യമങ്ങൾ. അതുപോലൊന്നു തന്നെയാണ് ദ കൾട്ട് ലൈനും. പക്ഷേ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ കണ്ടന്റിന്റെ ബേസിലാണ്. ഉത്തർപ്രദേശിൽ അവിടുത്തെ സ്കൂളുകളിലെ മിഡ് ഡേ മീലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിന് ഒരാൾക്കെതിരെ ക്രിമിനൽ കോൺസ്പിറസി രജിസ്റ്റർ ചെയ്ത പോലീസാണ് ഉത്തർപ്രദേശ് പോലീസ്. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു. ഏറ്റവും ഒടുവിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്രയ്ക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം ഉൾപ്പെടെ ഒരുപാട് ആരോപണങ്ങൾ ചുറ്റിലും നിലനിൽക്കുന്ന കാലത്താണ് നമ്മൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. മാധ്യമ പ്രവർത്തകർ, അക്കാഡമിഷ്യൻസ്, എഴുത്തുകാർ, വിദ്യാർത്ഥികൾ, സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഇവരൊക്കെ ഭരണകൂടം കഴിഞ്ഞൊരു 10 വർഷമായെങ്കിലും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ചെറുത്തു നിൽക്കുക എന്നുള്ളതാണ്, സംസാരിക്കുക എന്നുള്ളതാണ്, ശബ്ദമുയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ദ കൾട്ട് ലൈൻ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. സിനിമയാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, അതുതന്നെ ദൈനംദിന രാഷ്ട്രീയമാണെങ്കിലും, അതുപോലെ മാറ്റി നിർത്തപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കുന്നതാണെങ്കിലും, അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെങ്കിലും, ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണെങ്കിലും, അതുപോലെ ജെൻഡർ മൈനോറിറ്റികളെ അഡ്രസ്സ് ചെയ്യുന്ന സ്റ്റോറികളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ദ കൾട്ട് ലൈൻ. കൾട്ട് ലൈനിൽ പ്രധാനമായും 4 ഫോർമാറ്റിലായിരിക്കും കണ്ടന്റുകൾ വരുന്നത്. ഒന്ന് ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാം ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ്. പിന്നെ ഒരു ഇൻ്റർവ്യൂ സീരീസും അതുപോലെ ഗ്രൗണ്ട് സ്റ്റോറിയുമാണ് ഉണ്ടാവുക. ഈ 4 ഫോർമാറ്റുകളിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ ആളുകൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് വളരെ ഗ്രൗണ്ടഡായ വിഷയങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൽ എല്ലാ മേഖലകളും ഉൾപ്പെടും. എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ദൂരദർശനിൽ പണ്ട് നമ്മൾ TV ന്യൂസുകൾ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാത്ത TV ന്യൂസ് ആങ്കർമാരെയാണ് നമ്മൾ കണ്ടിരുന്നത്. ആ ആങ്കർമാരിൽ നിന്ന് നമ്മൾ കണ്ടിരുന്ന അന്നത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. പഴയൊരു നൊസ്റ്റാൾജിയയിലെ ടെലിവിഷൻ ബോക്സ് അല്ല ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന ആ മാന്ത്രിക പെട്ടി. ആ പെട്ടി ഇന്ന് പൂർണ്ണമായും ഹെയ്റ്റ് ക്യാമ്പയിനുകൾക്കും അതുപോലെ തന്നെ പ്രൊപ്പഗണ്ടകൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മാജിക് ബോക്സായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന കാലത്താണ് നമ്മൾ ഈ ചെറുത്തുനിൽപ്പിന് വേണ്ടി മുതിരുന്നത്. അതിന് പിന്തുണ അത്യാവശ്യമാണ്. എല്ലാവിധ പിന്തുണകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.